പുതിയ ഭാരവാഹി പ്രഖ്യാപനത്തിൽ ബിജെപിയിൽ ആഭ്യന്തര കലഹം. മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്. മുൻ സംസ്ഥാന വക്താവ് PR ശിവശങ്കരനാണ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവായത്. VS അനുണ്ട് വിശദാംശങ്ങളുമായി. അനു, ഇത് ഈ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ഏകദേശമൊക്കെ ഇങ്ങനെയൊരു യുദ്ധം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഉടനടി തന്നെ ആഭ്യന്തര കലഹം ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? BJP പുതിയ ഭാരവാഹി പട്ടിക വന്നത് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ നിലവിലെ ഭാരവാഹി പട്ടികയിൽ വലിയ രീതിയിലുള്ള അമർഷം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്, പ്രത്യേകിച്ച് വി മുരളീധര, കെ സുരേന്ദ്ര പക്ഷങ്ങൾക്ക്. കാരണം ഒരു കൊടും വെട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയിരിക്കുന്നത്. അതായത് പാർട്ടിയിലെ 35 പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇതുവരെയും ഔദ്യോഗിക പക്ഷത്തുണ്ടായിരുന്ന മുരളീധര, സുരേന്ദ്ര പക്ഷത്ത് കേവലം 4 പേർ മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാവരെയും വെട്ടിയൊതുക്കി ഒരു പുതിയൊരു ഗ്രൂപ്പായി രാജീവ് ചന്ദ്രശേഖരനും മാറുന്ന വ്യക്തമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് ഉണ്ടായിരിക്കുന്നത്. ഇറങ്ങിപ്പോയിരിക്കുന്ന മുൻ സംസ്ഥാന വക്താവായിട്ടുള്ള PR ശിവശങ്കരനാണ് പുതിയ ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള വിയോജനത്തിന്റെ ഭാഗമായി ഈ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളെ അടക്കം ഈ പുതിയ ഭാരവാഹി പ്രഖ്യാപനത്തിൽ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപമുണ്ട്. നാരായണൻ നമ്പൂതിരി ആയിക്കോട്ടെ, C ശിവൻകുട്ടി ആയിക്കോട്ടെ, VV രാജൻ, P രഘുനാഥ് ഉൾപ്പെടെയുള്ള വളരെ കാലമായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ വെട്ടിയൊതുക്കുന്ന ഒരു സമീപനമുണ്ടെന്ന് പറയുന്നു. തൃശ്ശൂരിൽ BJPക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച KK അനീഷ് കുമാറിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഒതുക്കുന്നു, അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ വി മുരളീധരന്റെയോ കെ സുരേന്ദ്രന്റെയോ ഒപ്പം ഉണ്ടായിരുന്ന 2 ജനറൽ സെക്രട്ടറിമാരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകി കോർ കമ്മിറ്റിക്ക് പുറത്തു നിർത്തുന്ന ഒരു അസാധാരണമായ സാഹചര്യം. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വെട്ടിയൊതുക്കൽ ഈ പുതിയ ഭാരവാഹി പട്ടിക പ്രഖ്യാപനത്തിൽ ഉണ്ട് എന്നാണ് ആക്ഷേപം. നോക്കുക, ജനറൽ സെക്രട്ടറിമാർ, 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും മുരളീധരന്റെയോ അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെയോ പക്ഷത്തോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളില്ല. 10 അംഗ സെക്രട്ടറിമാരിൽ VV രാജേഷ് മാത്രമാണ് ഒരു ഈ പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇവരുടെ പക്ഷം എന്ന് പറയാൻ കഴിയുക. 5 മേഖലാ അധ്യക്ഷന്മാരിൽ എറണാകുളത്തുള്ള നാഗേഷ് മാത്രമാണ് വി മുരളീധര പക്ഷമെന്ന് പറയാൻ കഴിയുന്നത്. അങ്ങനെ 35 ഭാരവാഹികളിൽ 4 പേർ മാത്രം, ബാക്കി 31 പേരും മറ്റൊരു ഗ്രൂപ്പിന്റെ അവരൊരു പ്രത്യേക ഗ്രൂപ്പായി മാറുന്നു എന്നുള്ള മറ്റൊരു നേരത്തെ ഉണ്ടായിരുന്ന ഔദ്യോഗിക വിഭാഗത്തെ വെട്ടിയൊതുക്കി പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കം എന്നുള്ള വലിയ ആക്ഷേപം ഉയർന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BJPയുടെ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും PR ശിവശങ്കരന്റെ ഇറങ്ങിപ്പോക്കിനെയും കാണാൻ കഴിയുക. അനു, ഇത് കേവലം ഒരാളുടെ മാത്രം ഇറങ്ങിപ്പോക്കായി ഇതിനെ കാണാൻ കഴിയില്ലല്ലോ. ഇനിയും വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഇത് എത്രത്തോളം ഈ ആഭ്യന്തര കലഹം രൂക്ഷമാകാനാണ് സാധ്യത? തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതൃപ്തി ഈ പുതിയ ഭാരവാഹി പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന ഭാരവാഹിയായിരുന്നപ്പോൾ 6 വനിതാ സംസ്ഥാന ഭാരവാഹികൾ ഉണ്ടായിരുന്നു. 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാരെയും അദ്ദേഹം നിയമിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇത്തവണ അത് 4ആയിട്ട് ചുരുങ്ങുന്നു. മാത്രമല്ല, ഇപ്പൊ സന്ദീപ് വനസ്പതി, ശങ്കുറ്റി ദാസ്, ഗോകുൽ യുവരാജ്, ഉല്ലാസ് ബാബു, അശ്വിനി, പ്രശാന്ത് ശിവൻ, ഇങ്ങനെ കുറേയധികം യുവ നേതാക്കളെ കൊണ്ടുവരാൻ വേണ്ടി സുരേന്ദ്രൻ ശ്രമിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നില്ല. കൊണ്ടുവരുന്നത് അനൂപ് ആന്റണിയെയാണ് എന്നുള്ള ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നു. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ഒരു മോശം പ്രകടനത്തിന് കാര്യം പോലും ഈ ക്രൈസ്തവ വിഭാഗത്തോട് കൂടുതൽ അടുക്കാൻ നോക്കുമ്പോൾ പാർട്ടിയുടെ ബേസ് വോട്ടിനെ മറികടക്കുന്നു അല്ലെങ്കിൽ മറക്കുന്നു എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിമർശനം അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ട്. ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആവശ്യവുമായി വന്ന രാജീവ് ചന്ദ്രശേഖർ ടീമിൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള PK കൃഷ്ണദാസ് പക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് PK കൃഷ്ണദാസ് പക്ഷത്തെയും മാത്രം രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കുന്ന ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തി പുതിയൊരു ഗ്രൂപ്പായി മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഔദ്യോഗിക പക്ഷത്തെ പൂർണ്ണമായും വെട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നത്. സംഗീതം. ശരി അനു, എന്താണെങ്കിലും BJP ഭാരവാഹി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഇറങ്ങിപ്പോക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. VS അനുവാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.